ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സോഫീസ് നെസ്റ്റിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെയാണ്, ഞങ്ങളുടെ സ്വപ്ന ഭവനത്തിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഈ വീട് വെച്ച് താമസിക്കുന്ന കാലം മുതൽ, അതായത് ഇപ്പോൾ ഒരു 10 വർഷത്തിലധികമായി ഞങ്ങൾ ഈ വീട്ടിൽ താമസിക്കുകയാണ്. വീട് വെച്ച് താമസിക്കുന്ന കാലം മുതൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഒരു 55+60 ആവുമ്പോഴേക്കും ഇതിനകത്ത് സമപ്രായക്കാരായിട്ടുള്ള ഒരു റിട്ടയർമെന്റ് ലിവിംഗ് പോലെ സമപ്രായക്കാരായിട്ടുള്ള സമാന ചിന്താഗതിക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ കൂട്ടിയിറക്കിക്കൊണ്ട് ഭംഗിയായി നമ്മുടെ വാർദ്ധക്യം എൻജോയ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത ഒരു പ്ലാനാണ് നിങ്ങളുടെ മുന്നിൽ ഞങ്ങൾ ഇപ്പോൾ അവതരിപ്പിക്കാൻ പോണത്. ഞങ്ങൾ അതിന്റെ പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ പദ്ധതിയായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിലൊരു വീട് വെച്ച് കൊച്ചു വീട് വെച്ച് ഞങ്ങളുടെ ഈ സ്വർഗത്തിലേക്ക് കൂട്ടുകൂടാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. സമപ്രായക്കാരായിട്ടുള്ള നമ്മുടെ സെയിം ഏജ് ഉള്ളവർക്ക് നമ്മുടെ പെയിൻ പെട്ടെന്ന് മനസ്സിലാവും, നമ്മുടെ സങ്കടങ്ങൾ മനസ്സിലാവും, നമ്മുടെ വേദനകൾ മനസ്സിലാവും, നമ്മുടെ ഏകാന്തത മനസ്സിലാവും. പക്ഷേ നമ്മുടെ മക്കൾക്ക് കുറച്ച് മനസ്സിലാവും, നമ്മുടെ കൊച്ചുമക്കൾക്ക് തീരെ കുറച്ചേ മനസ്സിലാവും. ആ ജനറേഷൻ ഗ്യാപ്പ് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. സ്വന്തമായി ഒരു ഫോൺ എടുക്കാൻ പോലും അറിയാത്ത അമ്മ, ആ അമ്മയോടാണ് മകള് പറയുന്നത് 300 ചാനലുണ്ട്, അതൊന്ന് മാറ്റി മാറ്റി കാണൂ, നേരം പോക്കാണെന്നുള്ളത്. കൊച്ചുമകൻ പറയുന്നത് അമ്മയ്ക്ക് ജിമ്മിൽ പോയിക്കൂടെ, അമ്മയ്ക്ക് സ്വിമ്മിങ്ങിന് പോയിക്കൂടെ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്. ഒരു പട്ടിക്കുട്ടിയുടെ ഒരു രൂപം പോലും, ഒരു ടോയ് പോലും ആശ്വാസമാവുന്ന ആ അമ്മയുടെ ശരിക്കുള്ള മാനസികാവസ്ഥ ആ അമ്മയുടെ സമപ്രായക്കാരായിട്ടുള്ള അവർക്ക് മാത്രമേ മനസ്സിലാകൂ. ഒന്ന് കണ്ടു നോക്കൂ. ആരെങ്കിലും ഒന്ന് വരണേ, ദേ പിള്ളേര് വിളിക്കുന്നു. സ്വന്തമായി ഫോൺ എടുക്കാൻ പോലും അറിയാത്ത അമ്മയോടാണ് 300 ചാനലുകൾ മാറി മാറി കണ്ടുകൂടെ എന്ന് സ്വന്തം മകൾ തന്നെ ചോദിക്കുന്നത്. കട്ട് ചെയ്യാൻ പോവായിരുന്നു. ഹായ് വല്യമ്മച്ചി, ഹൗ യു ഡൂയിങ്? ഇന്ന് എന്നാ പറ്റി? എന്റെ മക്കളെ, എനിക്ക് വയ്യ. അമ്മച്ചിക്ക് എന്തിന്റെ ഒരു കുറവ്? ഒരു കുറവുമില്ല, അതാ ഒരു കുറവ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? ഇതിനേക്കാൾ ലക്ഷറി അപ്പാർട്ട്മെന്റ് എവിടെ കിട്ടാനാ? വല്യമ്മച്ചിക്ക് ഹെൽത്ത് ക്ലബിൽ പോകാം, സ്വിമ്മിങ്ങിനും പോകാം. ഡോറ് തുറന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊന്നും പോവല്ലേ, വിലപിടിപ്പുള്ള സാധനങ്ങളാ മുഴുവൻ. എവിടെ പോകാനാ? ഇവിടെ ഞാനും ആൾതാമസം ഉണ്ടായിട്ട് വേണ്ടേ? എനിക്ക് മടുത്തു കൊച്ചേ. എന്നെ മണിമലയ്ക്ക് കൊണ്ട് വിട്ടേക്ക്. ആ റബ്ബറും തോട്ടത്തിനകത്ത് പോയി കിടക്കാത്തതിന്റെ കുറവാ ഇനി അമ്മച്ചിക്ക്. എന്നിട്ട് വേണം വല്ലോനും വന്ന് കഴുത്തി പിടിക്കാൻ. ഇതാവുമ്പോ സേഫാ. എന്ത് സേഫ്? മിണ്ടാനൊരു മനുഷ്യൻ പോലും ഇല്ല. ഒരു കാക്കയുടെ ശബ്ദം പോലും കേൾക്കാനില്ല. കാക്കയുടെ ശബ്ദം കേൾക്കാത്തതിന്റെ കുറവാണോ അമ്മച്ചിക്ക് ഇപ്പൊ? അത് പറഞ്ഞാ നിനക്ക് മനസ്സിലാവത്തില്ല. എന്നാ എന്നെ വല്ല വൃദ്ധസദനത്തിൽ കൊണ്ടാക്ക്. മനുഷ്യരെങ്കിലും കാണാലോ. വൃദ്ധസദനം വെറുതെ നാട്ടുകാരെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. തൽക്കാലം അമ്മച്ചി ഇവിടെ താമസിക്കേ. കുറച്ചു കാലം കഴിയുമ്പോ ഈ ബോറടിയൊക്കെ അങ്ങ് മാറും. ടിവിയിൽ 100-300 ചാനലില്ലേ, ഓരോന്ന് വെച്ച് വെച്ചാൽ കാണ്. ഞാൻ അടുത്ത ഞായറാഴ്ച വിളിക്കാം, ഓക്കെ? ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ്. എനിക്കറിയാം ഇതെന്റെ മാത്രം സ്വപ്നമല്ലെന്ന്. എന്നെപ്പോലെ സമാനമായി ചിന്തിക്കുന്ന എൻ്റെ സമപ്രായക്കാരായ പലരുടെയും സ്വപ്നമാണ്. എനിക്ക് നല്ല ബോധ്യമാണ്. ഒരുപാട് എൻ്റെ കൂട്ടുകാരോടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായതാണ് എല്ലാവരുടെ മനസ്സിലും ഈ ഒരു സ്വപ്നമുണ്ടെന്ന്. ഇനി നമ്മുടെ നാട്ടിലെ അധികം വീടുകളിലും പാരന്റ്സ് തനിച്ചാണ്. ജോലിക്ക് വേണ്ടിയും പഠനത്തിന് വേണ്ടിയും മക്കളെല്ലാം വിദേശങ്ങളിലേക്ക് കുടിയേറിയപ്പോൾ എല്ലാ വീടുകളിലും പാരന്റ്സ് തനിച്ചായിരിക്കുന്നു. തനിച്ചായി പോയ പാരന്റ്സിൽ അധികം പേരും 50+ ഏജ് ആയിട്ടുള്ളവരും രോഗികളുമാണ്. നാട്ടിലുള്ള പാരന്റ്സിനും അകലെയുള്ള മക്കൾക്കും ആശ്വാസമാകുന്ന ഒരു പദ്ധതിയാണ് ഓൾറെഡി പലയിടത്തും വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്ന റിട്ടയർമെന്റ് ലിവിംഗ് സമ്പ്രദായത്തെ കുറിച്ച് തന്നെയാണ് എനിക്കും എന്റെ സമപ്രായക്കാരോട് പറയാനുള്ളത്. അങ്ങനൊരു
പ്രസ്ഥാനമാകുമ്പോൾ നമുക്ക് കിച്ചൺ, കോമൺ ആയിട്ടൊരു കിച്ചൺ ഉണ്ടായിരിക്കും, കോമൺ ആയിട്ടൊരു എക്സർസൈസ് ജിം ഏരിയ ഉണ്ടായിരിക്കും, പ്ലേ ഏരിയ ഉണ്ടായിരിക്കും, ജാതി മതഭേദമന്യേ പ്രയർ ഹോൾ ഉണ്ടായിരിക്കും, പീരിയോഡിക്കലായിട്ട് ഡോക്ടേഴ്സ് ചെക്കപ്പ് ഉണ്ടായിരിക്കും, ഹോം നഴ്സിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കും, ജിമ്മിനോടൊപ്പം തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരിക്കും. എല്ലാവിധ സ്വാതന്ത്ര്യത്തോടും കൂടെ സ്നേഹവും സൗഹൃദവുമുള്ള ചുറ്റുപാടിൽ ഒരുപാട് കൂട്ടുകാരുമൊത്ത് കളിച്ച് ചിരിച്ച് സന്തോഷമായി അവരുടെ വാർദ്ധക്യം ചെലവഴിക്കാൻ വേണ്ടി ഒരുക്കിയിരിക്കുന്ന വളരെ സ്നേഹമുള്ള ഒരു കൂടാരമായിരിക്കും ഞങ്ങളുടെ വാനപ്രസ്ഥയിലെ ഒരു വീട്. ഇത്രയും കാലം മക്കൾക്ക് വേണ്ടി മാത്രം ജീവിച്ച പാരൻസിന് അവരവർക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു സുവർണ അവസരമായിരിക്കും. മക്കൾ വെക്കേഷൻ വരുമ്പോൾ അവരുടെ കൂടെ താമസിക്കാനുള്ള എല്ലാ സൗകര്യവും വാനപ്രസ്ഥയിൽ ലഭ്യമായിരിക്കും. ഈ പുതിയ കാലഘട്ടത്തില് ന്യൂ ജനറേഷൻ മക്കൾക്ക് അവരെ സ്നേഹിക്കുന്ന പാരൻസിന് വേണ്ടി, അവരെ സ്നേഹിക്കുന്ന പാരൻസിന് വേണ്ടി ഏറ്റവും നല്ലതായ രീതിയിൽ കൊടുക്കാൻ പറ്റിയ ഒരു പ്രഷ്യസ് ആയിട്ടുള്ള സമ്മാനമായിരിക്കും വാനപ്രസ്ഥയിലെ ഒരു കൊച്ചു വീട്. അവിടെ അവരവരുടെ അവസാന കാലങ്ങള്, അവരുടെ വാർദ്ധക്യകാലം ഏറ്റവും ആനന്ദത്തോടെ ചിലവഴിക്കും. മക്കളോടുള്ള നിറഞ്ഞ സ്നേഹത്തോടെ, നന്ദിയോടെ അവർ ഈ ലോകത്തോട് യാത്ര പറയും. അതാണ് വാനപ്രസ്ഥ എന്ന എൻ്റെ എന്നത്തെയും സ്വപ്നം. വാനപ്രസ്ഥയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന പ്ലാൻ ഒരുപാട് കാലമായി ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് റെഡിയാക്കിയിരിക്കുന്ന ഒരു പ്ലാൻ കണ്ടു നോക്കൂ. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുമല്ലോ. താങ്ക് യു സോ മച്ച്.